Good evening, sir. Thank you so much for Thank you. your valuable presence in this interview series to uh, understand the life and legacy of Metropolitan Dr. Paulos Mar Gregorius. And I am very happy that we have Dr. John D. Kunnath for this interview. And, sir, let us begin with our interview series. Thank you. Yeah. Sir, firstly, kindly share with us your personal reminiscences and memories with His Grace Dr. Paulos Mar Gregorius. ഗ്രിഗോറിയസിനെ പറ്റി സംസാരിക്കാൻ ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതിന് അവസരം തന്ന ഷിനു അച്ഛനോട് എനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. ഗ്രിഗോറിയസിന്റെ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ ജീവിക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എനിക്ക് എൻ്റെ ബാല്യവും യൗവനവും അറിവുള്ള ആളുകളെ അന്വേഷിക്കുന്ന ഒരു കാലമായിരുന്നു. എൻ്റെ മൂത്ത സഹോദരനിൽ നിന്നാണ് ആദ്യമായിട്ട് ഞാൻ തിരുമേനിയെക്കുറിച്ച് അറിയുന്നത്. ഒരു MGOCism കോൺഫറൻസിന് പോയി വന്നിട്ട് എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, അവിടെ വളരെ അറിവുള്ള ഒരച്ഛനുണ്ടായിരുന്നു, ഫാദർ പോൾ വർഗീസ്. ഇങ്ങനെ അറിവുള്ള ഒരാളെന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സത് ക്യാച്ച് ചെയ്തു. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് അറിയണമല്ലോ, അദ്ദേഹത്തിന് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിക്കണമല്ലോ എന്ന് താല്പര്യമുണ്ടായി. അദ്ദേഹത്തിൻ്റെ രചനകൾക്ക് വേണ്ടി ഞാനിങ്ങനെ സഭയുടെ പ്രസിദ്ധീകരണങ്ങളും മറ്റും പതിവായിട്ട് നോക്കാൻ തുടങ്ങി. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ MV ജോർജച്ചൻ മാവേലിക്കര സുവിശേഷാലയത്തിൽ നടത്തിയിരുന്ന സമ്മർ ക്ലാസ്സുകൾക്ക് പോയി സംബന്ധിക്കാൻ തുടങ്ങി. 3 വർഷം ഞാൻ അവിടെ തുടർച്ചയായിട്ട് സംബന്ധിച്ചു. ഒരിക്കൽ അദ്ദേഹത്തെക്കാൾ അറിവുണ്ട് എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെടുത്തി, ഫാദർ പോൾ വർഗീസ്. അത് 1973 അപ്പോൾ അന്ന് ഉസ്താദ് തിരുമേനി MV ജോർജച്ചൻ ആയിരിക്കുന്ന കാലം. അപ്പൊ അദ്ദേഹത്തെക്കാൾ അറിവുണ്ട് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതിന് ഒട്ടും അദ്ദേഹത്തിന് മടിയില്ലായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഉസ്താദ് തിരുമേനി പറഞ്ഞു കേട്ടപ്പോഴത്തേക്കും എനിക്ക് വളരെയധികം താല്പര്യം. ഞാൻ കോളേജിലൊക്കെ പോയി പഠിക്കാൻ തുടങ്ങിയ കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞറിഞ്ഞു, അവിടെ അടുത്തുള്ളൊരു പള്ളിയിൽ കഷ്ടാനുഭവാഴ്ചയിൽ ഫാദർ പോൾ വർഗീസ് പ്രസംഗിക്കാൻ വരുന്നുണ്ട്. അപ്പൊ ഇത് കേട്ട് ഞാൻ ആ പള്ളിയിലേക്ക് പോയി. ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്ന അവിടെ വെച്ച് യേശു ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന സംഭവത്തെക്കുറിച്ചായിരുന്നു പ്രഭാഷണം. എല്ലാവരും ഏറെ ആദരവോടെ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ശ്രദ്ധിച്ചെന്ന് ഞാൻ ഓർക്കുന്നു. ഒരു സൂചി നിലത്ത് വീണാൽ പോലും കേൾക്കാമായിരുന്നു. 1974 ആ സംഭവം. കുറെ വർഷങ്ങൾക്ക് ശേഷം ഹൈദരാബാദിൽ വെച്ച് നടന്ന ഒരു MGOCism കോൺഫറൻസിൽ പോയി സംബന്ധിക്കുവാൻ അവസരം ലഭിച്ചു. തിരുമേനിയായിരുന്നു അവിടുത്തെ മുഖ്യ പ്രഭാഷകൻ. അതിനിടയ്ക്ക് അദ്ദേഹം മെത്രാപ്പൊലീത്തായി കഴിഞ്ഞിരുന്നു. ദൈവരാജ്യം എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു ക്ലാസ്സുകൾ. എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു സമയമായിരുന്നു അത്. തിരുമേനിയെ നേരിട്ട് കാണാനും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ, അദ്ദേഹത്തിൻ്റെ ലളിതമായ ക്ലാസ്സുകളിൽ സംബന്ധിക്കാനുമുള്ള അവസരം. ക്ലാസ്സുകൾക്കിടയിൽ ഹൈദരാബാദിലെ മ്യൂസിയം കാണാൻ പോവുകയുണ്ടായി. അദ്ദേഹവും കൂടെ വന്നു. അന്ന് ഒപ്പം നടന്ന് ഞാൻ അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹവുമായിട്ടൊന്ന് നേരിട്ടൊന്ന് സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. 1980 ലോക സഭാ കൗൺസിലിന്റെ സെക്രട്ടറി ജനറൽ ആയിരുന്ന ഡോക്ടർ MM തോമസിന്റെ വീട്ടിൽ വെച്ച് നടന്ന ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാനിടയായി. ഗ്രിഗോറിയസ് തിരുമേനിയുടെ ഹ്യൂമൻ പ്രസൻസ് എന്ന പുസ്തകം അവിടെ നിന്ന് എനിക്ക് വായിക്കാൻ കിട്ടി. ലോക സഭാ കൗൺസിൽ പ്രസിദ്ധീകരിച്ച ആ പുസ്തകം റിവ്യൂ ചെയ്യാൻ വേണ്ടി ഡോക്ടർ MM തോമസിന് അയച്ചു കൊടുത്തതാണ് എനിക്ക് വായിക്കാൻ കിട്ടിയത്. അതായിരുന്നു തിരുമേനിയുടെ ഞാൻ വായിച്ച ആദ്യത്തെ പുസ്തകം. വളരെ സന്തോഷം തോന്നി. അതിൻ്റെ ഭാഷയും ആശയങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന രീതിയും എന്നെ വളരെ ആകർഷിച്ചു. തിരിച്ചു കൊടുക്കേണ്ട പുസ്തകമായിരുന്നത് കൊണ്ട് ഞാനത് മുഴുവനും എൻ്റെ നോട്ട്ബുക്കിലേക്ക് പകർത്തുകയുണ്ടായി. 1982 കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ വെച്ച് തിരുമേനിയുടെ ഷഷ്ടിപൂർത്തി ആഘോഷം നടന്നു. രാവിലെ പത്രത്തിൽ നിന്ന് വിവരമറിഞ്ഞ് ഞാൻ കൊല്ലത്ത് നിന്ന് ട്രെയിൻ കയറി സമ്മേളന സ്ഥലത്തെത്തി. ഞാൻ ഏറെ ആദരിക്കുന്ന പല ആളുകളെയും അവിടെ കണ്ടു. തിരുമേനിയുടെ ഗവേഷണ പ്രബന്ധമായ കോസ്മിക് മാൻ അന്ന് അവിടെ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. ഞാനൊരു കോപ്പി വാങ്ങി. പിന്നീട് ഞാൻ എത്യോപ്യക്ക് പോയപ്പോഴും അവിടെ നിന്ന് അമേരിക്കയ്ക്ക് പോയപ്പോഴും ആ പുസ്തകം എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഒരു നിധി പോലെ ഞാനത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. 1984 ഞാനൊരു അധ്യാപകനായി എത്യോപ്യയിലേക്ക് പോയി. ഗ്രിഗോറിയസ് തിരുമേനി മുമ്പ് അവിടെ ഒരു അധ്യാപകനായിരുന്നല്ലോ. തിരുമേനിയെ അറിയാവുന്ന പലരെയും ഞാൻ അവിടെ കണ്ടുമുട്ടി. തിരുമേനിയെക്കുറിച്ചുള്ള അനുഭവങ്ങളും കഥകളും അവർ പങ്കുവച്ചു.
അതിനുശേഷം 1992 ഞാനൊരു വിദ്യാർത്ഥിയായി അമേരിക്കയ്ക്ക് പോയി. തിരുമേനിയുടെ കൂടുതൽ പുസ്തകങ്ങൾ കണ്ടെത്തുവാനും വായിക്കുവാനും എനിക്ക് അവസരമുണ്ടായി. ഓരോ പുസ്തകവും വായിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഒരു സംഗ്രഹം എഴുതുവാൻ ആരംഭിച്ചു. പിൽക്കാലത്ത് അവയൊക്കെ ചേർത്ത് ഗ്രിഗോറിയൻ വിഷൻ എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കുവാനിടയായി. 1996 ടെക്സസിൽ ഹ്യൂസ്റ്റണിലുള്ള ഞങ്ങളുടെ ഇടവകയുടെ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗ്രിഗോറിയോസ് തിരുമേനി കാലം ചെയ്തു എന്ന വാർത്ത കേട്ടു. വളരെ അപ്രതീക്ഷിതമായിരുന്നു അത്. ഹൃദയം പിളരുന്ന വേദന തോന്നി. എൻ്റെ മാതാപിതാക്കൾ കഴിഞ്ഞാൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ളത് ഗ്രിഗോറിയോസ് തിരുമേനിയാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സാർ, ഗ്രിഗോറിയോസ് തിരുമേനിയുടെ പുസ്തകങ്ങളെ പറ്റിയൊക്കെയും സാർ അതിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് ഒക്കെ എന്താണെന്ന് പറഞ്ഞ് സാർ തന്നെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ സാർ. അങ്ങനെയുള്ള തിരുമേനിയുടെ പുസ്തകങ്ങളിൽ നിന്ന് അനേകം ഇൻസൈറ്റ്സ് സാറിന് ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പം ആ ഇൻസൈറ്റ്സ് ഞങ്ങളോടൊക്കെ സാർ ഒന്ന് ഷെയർ ചെയ്യാമോ? തിരുമേനിയുടെ ഹ്യൂമൻ പ്രസൻസ് ആണ് ഞാൻ ആദ്യം വായിച്ച പുസ്തകം. ദൈവവും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പുസ്തകം. കോസ്മിക് മാൻ അദ്ദേഹത്തിന്റെ ഗവേഷണ പ്രബന്ധമാണ്. നിസ്സായിലെ ഗ്രിഗോറിയോസിന്റെ ചിന്തയിലൂടെ ദൈവവും മനുഷ്യനും ലോകവും തമ്മിലുള്ള ബന്ധം വിശദമാക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ. ജോയ് ഓഫ് ഫ്രീഡം നമ്മുടെ ആരാധനയെക്കുറിച്ചുള്ള ആഴമായ പഠനമാണ്. അത് തുടക്കത്തിൽ തന്നെ KM തരകൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരുന്നു. സ്വാതന്ത്ര്യ ദീപ്തി എന്നാണ് മലയാളത്തിൽ അതിന്റെ പേര്. ലവ്സ് ഫ്രീഡം തിരുമേനിയുടെ ആത്മകഥയാണ്. തുടക്കത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചത് ഈ പുസ്തകങ്ങളാണ്. തുടർന്ന് അദ്ദേഹം രചിച്ച ധാരാളം ലേഖനങ്ങളും പുസ്തകങ്ങളും വായിക്കുവാൻ എനിക്ക് അവസരമുണ്ടായി. സർ, ഗ്രിഗോറിയൻ സ്റ്റഡി സർക്കിൾ സാറിന്റെ സമയത്ത് ഫോം ചെയ്യുകയും അതിൻ്റെ ഒരു തുടക്കമൊക്കെ കൊടുക്കുകയും അതിനൊക്കെ ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു ഒബ്ജക്റ്റീവ് ഒക്കെ എന്തുമായിരുന്നു? 1996 തിരുമേനി കാലം ചെയ്ത ശേഷം തിരുമേനിയെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ഗ്രിഗോറിയൻ സ്റ്റഡി സർക്കിൾ എന്ന പേരിൽ ഒരു പഠന ഗ്രൂപ്പ് ഉണ്ടാക്കുകയുണ്ടായി. മാസത്തിൽ ഒരിക്കൽ ഒന്നിച്ചു കൂടുകയും തിരുമേനിയുടെ ചിന്തകൾ പഠിക്കുകയും ചെയ്തിരുന്നു. ലോകമെമ്പാടും തിരുമേനിയെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കുവാൻ വേണ്ടി ആ പേരിൽ ഒരു ഇമെയിൽ ഗ്രൂപ്പും അക്കാലത്ത് ഉണ്ടാക്കിയിരുന്നു. അതിൽ തിരുമേനിയുമായിട്ട് ബന്ധപ്പെട്ട പല ആളുകളെയും അതിൽ മെമ്പേഴ്സ് ആക്കാൻ ഒന്ന് ശ്രമിച്ചു. തിരുമേനിയുടെ ബ്രദർ, കാനഡയിൽ ഉണ്ടായിരുന്ന ബ്രദർ, അതുപോലെ തിരുമേനിയുമായിട്ട് പലതരത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള സ്നേഹിതർ, ഫാമിലിയിലുള്ളവർ, അങ്ങനെയുള്ളവരെയൊക്കെ ചേർക്കാൻ അന്ന് ശ്രമിച്ചിരുന്നു. ഇതൊരു യാഹു ഗ്രൂപ്പ് ആയിരുന്നു അന്നത്തെ കാലത്ത്. അത് അധികം നാള് അത് തുടരാനൊന്നും കഴിഞ്ഞില്ല, കാരണം പല പല കാരണങ്ങൾ കൊണ്ട്. പിന്നീട് അതിനുശേഷം ഞാൻ അമേരിക്ക വിട്ട് ഇന്ത്യയിലേക്ക് പോരുന്നു. അമേരിക്കയിൽ വെച്ചാണ് അതൊക്കെ ചെയ്തിരുന്നത്. താങ്ക് യു. പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ അദ്ദേഹത്തിന്റെ എഴുത്തുകളും വായനകളെ പറ്റിയും പ്രത്യേകമായി സാറിന് എന്തെങ്കിലും ആകർഷണീയമായി തോന്നിയ റിസർച്ച് ഏരിയാസ് അങ്ങനെ ഉണ്ടെങ്കിലൊന്ന് സാർ ഒന്ന് പറയാമോ? അമേരിക്കയിൽ വെച്ച് ദൈവശാസ്ത്രത്തിൽ ഉപരിപഠനം നടത്താനുള്ള അവസരം എനിക്കുണ്ടായി. തിരുമേനിയുടെ ചിന്തയും ദർശനവും പ്രവർത്തനവും സംഭാവനയുമാണ് എൻ്റെ ഗവേഷണ വിഷയമായി ഞാൻ തിരഞ്ഞെടുത്തത്. തിരുമേനിയുടെ രചനകളും തിരുമേനിയെക്കുറിച്ചുള്ള രചനകളും ജീവചരിത്രവും ആഴത്തിൽ മനനം ചെയ്തപ്പോൾ തിരുമേനിയെക്കുറിച്ച് ഒരു പുതിയ ഉൾക്കാഴ്ച ലഭിക്കുവാൻ എനിക്കിടയായി. ഗ്രിഗോറിയോസ് തിരുമേനി ആരായിരുന്നു എന്ന ചോദ്യത്തിന് അന്ന് പല ഉത്തരങ്ങൾ നിലവിലുണ്ടായിരുന്നു. ചിലർ പറഞ്ഞു തിരുമേനി ഒരു വലിയ മഹാനായ ഫിലോസഫറാണ്. വേറെ ചിലർ പറഞ്ഞു തിരുമേനി ഒരു ദൈവശാസ്ത്രജ്ഞനാണ്, പ്രത്യേകിച്ചും ഒരു ഓർത്തഡോക്സ് തിയോളജിയൻ, ലോകത്തിലെ ഒന്നാംകട ഒരു ഓർത്തഡോക്സ് തിയോളജിയൻ ആണ് എന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ മറ്റൊരു ഉത്തരം അദ്ദേഹം ഒരു വലിയ വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് അദ്ദേഹം ഒരു ആധുനിക സഭാപിതാവായിരുന്നു എന്ന്. വാസ്തവത്തിൽ സഭാപിതാവ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പണ്ട് വളരെ പുരാതന കാലത്ത് ജീവിച്ചിരുന്ന ആളുകളെയാണ് സഭാപിതാക്കന്മാരെന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ കണ്ടംപററി ആയിട്ടുള്ള ഒരാൾ ആ സഭാപിതാവ് എന്ന സ്റ്റേറ്റസിലേക്ക് ഉയർന്നു എന്നും ഒക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതെല്ലാം ഇനി മറ്റൊന്ന്, ഗ്രിഗോറിയോസ് തിരുമേനി ലോക സമാധാനത്തിന് മുൻകൈ എടുത്തയാളാണ് എന്നുള്ളത്. ഇതെല്ലാം തന്നെ വലിയ വലിയ വിശേഷണങ്ങളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇവയെല്ലാം ശരിയായിരുന്നു. ഒരാൾക്ക് ഇതെല്ലാം ആകുക എന്നത് ഒരു അതിശയം തന്നെയാണ്. എന്നാൽ എൻ്റെ കണ്ടെത്തൽ ഇതാണ്, അദ്ദേഹം ഇതെല്ലാം ആയിരുന്നെങ്കിലും
പരമപ്രധാനമായും ഏറ്റവും അടിസ്ഥാനപരമായും ഗ്രിഗോറിയോസ് തിരുമേനി യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്നു. അതായത് യേശുവിനെ മാതൃകയാക്കി യേശു ജീവിച്ച പോലെ ജീവിക്കുവാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നു അദ്ദേഹം. ഇതാണ് എൻ്റെ കണ്ടെത്തൽ. ഇത് ഞാൻ എൻ്റെ ഗവേഷണ പ്രബന്ധത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സർ, പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ മിഷൻ പെർസ്പെക്റ്റീവ് അല്ലെ മിഷനെ പറ്റിയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്തായിരുന്നു? തിരുമേനിയെ പറ്റിയുള്ള എൻ്റെ ഗവേഷണ പ്രബന്ധത്തുമായിട്ടുള്ള അതിൻ്റെ തുടർന്നുള്ള ഒരു ചോദ്യമാണിത്. യേശു 1-ാം നൂറ്റാണ്ടിലെ ഇസ്രായേലിൽ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾ ഗ്രിഗോറിയോസ് തിരുമേനി 20-ാം നൂറ്റാണ്ടിൽ ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങളോട് ചേർത്ത് വയ്ക്കുമ്പോൾ നാം ശ്രദ്ധിക്കുന്ന സമാനതകൾ നമ്മെ ആശ്ചര്യപ്പെടുത്തും. യേശു 20-ാം നൂറ്റാണ്ടിൽ നമ്മുടെ കേരളക്കരയിൽ ജീവിച്ചിരുന്നെങ്കിൽ ഗ്രിഗോറിയോസ് തിരുമേനി ചെയ്തു പോലുള്ള കാര്യങ്ങൾ ചെയ്തേനെ, പറഞ്ഞു പോലുള്ള കാര്യങ്ങൾ പറഞ്ഞേനെ എന്നാണ് എൻ്റെ പൂർണ്ണ ബോധ്യം. നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രോഗാതുരമായ തൻ്റെ കാലഘട്ടത്തിലെ സംസ്കൃതിയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ കണ്ടെത്തുകയും അവയ്ക്ക് പരിഹാരം നിർദ്ദേശിക്കുകയുമാണ് യേശു ചെയ്തത്. മണലിന്മേൽ പണിത വീട് പോലെയാണ് ആ സംസ്കൃതിയെന്ന് യേശു തിരിച്ചറിഞ്ഞു. അതിൻ്റെ സ്ഥാനത്ത് പാറ പോലെ ഉറപ്പുള്ള പുതിയ ഒരു സംസ്കൃതിക്ക് അദ്ദേഹം അടിസ്ഥാന ശിലകൾ പാകി ആ സംസ്കൃതിയെ യേശു തമ്പുരാൻ ദൈവരാജ്യം എന്ന് വിളിച്ചു. യേശു 20-ാം നൂറ്റാണ്ടിൽ നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ നമ്മുടെ സംസ്കൃതിയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ കണ്ടെത്തുകയും അവയ്ക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തേനെ. അത് തന്നെയാണ് ഗ്രിഗോറിയോസ് തിരുമേനി ചെയ്തത്. ഇന്നത്തെ സംസ്കൃതി നാശത്തിലേക്കാണ് മനുഷ്യവർഗത്തെ കൊണ്ടുപോകുന്നതെന്നും അതിൻ്റെ സ്ഥാനത്ത് ഒരു പുതിയ സംസ്കൃതി ഉണ്ടാകണമെന്നും ഗ്രിഗോറിയോസ് തിരുമേനി നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ മിഷനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് ഞാൻ പറയാം. ലോകസഭാ കൗൺസിലിന്റെ ആസ്ഥാനത്ത് അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണത്തിൽ ഗ്രിഗോറിയോസ് തിരുമേനി ഇങ്ങനെ പറഞ്ഞു: ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുവാൻ അർഹനായി ഇന്ത്യയിൽ ഒരാളേ ഉള്ളൂ, അത് ഒരു അക്രൈസ്തവനാണ്. എത്രയോ പാരഡോക്സിക്കലും തോന്നുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. മഹാത്മാഗാന്ധിയെ കുറിച്ചായിരുന്നു അദ്ദേഹം ഇത് പറഞ്ഞു. യേശു ക്രിസ്തുവാണെന്നും ദൈവമാണെന്നും ഒക്കെയുള്ള വിശ്വാസങ്ങൾ ഗാന്ധിജിക്ക് ഇല്ലായിരുന്നു. എന്നാൽ യേശു ജീവിച്ചതുപോലെ അദ്ദേഹം ജീവിച്ചു. മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി മരിക്കുവാൻ പോലും അദ്ദേഹം ഒരുക്കമായിരുന്നു. ക്രൈസ്തവ സഭയുടെ മിഷൻ എന്താണെന്ന ചോദ്യത്തിന് ഗ്രിഗോറിയോസ് തിരുമേനിക്ക് വ്യക്തമായ ഉത്തരമുണ്ട്. യേശുവിൻ്റെ മിഷൻ എന്താണോ അത് തന്നെയാണ് സഭയുടെ മിഷൻ. സഭ യേശുക്രിസ്തുവിന്റെ ശരീരമാണ്. അതായത് അദൃശ്യനായ ക്രിസ്തുവിനെ പ്രത്യക്ഷമാക്കുന്നത് സഭയാണ്. യേശു ഇന്ന് ഇവിടെ ജീവിക്കുമെങ്കിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ക്രിസ്തുവിന്റെ സഭ ചെയ്യേണ്ടത്, അല്ലാതെ മറ്റൊന്നും സഭയുടെ ദൗത്യമല്ല എന്ന് ഗ്രിഗോറിയോസ് തിരുമേനി പലപ്പോഴും ഉറപ്പിച്ചു പറയുമായിരുന്നു. ഇക്കാര്യങ്ങൾ ഞാൻ എൻ്റെ ഗവേഷണ പ്രബന്ധത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് പിന്നീട് ഒരു പുസ്തകമാക്കി ഇറക്കുകയുണ്ടായി. ഇൻ ഹിസ് മാസ്റ്റേഴ്സ് പാത്ത് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ജീവിതത്തിൽ അനേകം ക്വാളിറ്റീസ് നമുക്കൊക്കെയും പഠിച്ച് മനസ്സിലാക്കുവാനായിട്ട് തീർച്ചയായിട്ടും ഉണ്ടെങ്കിലും സാറിന്റെ ഒബ്സർവേഷനിൽ ഫ്യൂ ക്വാളിറ്റീസ് ഇഫ് യു വിൽ പോസിബിളി ഏബിൾ ടു ഷെയർ വിത്ത് us, it will be of great benefit. ഗ്രിഗോറിയോസ് തിരുമേനിയെ പേഴ്സണലായിട്ട് വളരെ അടുത്തറിയാനെന്നുള്ള ഭാഗ്യമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. തിരുമേനി അടുത്ത് പരിചയപ്പെട്ട പല ആളുകളും അദ്ദേഹത്തെക്കുറിച്ച് വലിയ കാര്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം വലിയ മുൻകോപിയായിരുന്നെന്നും നമുക്ക് പെട്ടെന്ന് അടുത്തിന്ന് കാണാൻ സാധ്യമല്ലായിരുന്നു ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് അത്രയും അടുത്തൊന്നും അദ്ദേഹമായിട്ട് ഇടപഴകുവാൻ ഇടയായിട്ടില്ല. എനിക്ക് അദ്ദേഹത്തെ മനസ്സിലായതെല്ലാം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ കൂടെയും രചനകളിലൂടെയുമാണ്. കാരണം ഞാൻ ചെറുപ്പത്തിലെ ഒരു അറിവ് അന്വേഷിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ ഇങ്ങനെ സഭയിൽ ഏറ്റവും അറിവുള്ള ആളെന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തെ അറിയാൻ ആഗ്രഹിച്ചു. അദ്ദേഹം പറയുന്നത് കേൾക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ ആ ഒരു നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ അറിയാൻ ആഗ്രഹിച്ചത്. അത് വാസ്തവം പറഞ്ഞാൽ എനിക്ക് വലിയൊരു നേട്ടമായി. എനിക്ക് ഒരു വലിയ അറിവിന്റെ ചക്രവാളമാണ് ഗ്രിഗോറിയോസ് തിരുമേനി തുറന്നത്. അപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി ആയിട്ട് എനിക്ക് മനസ്സിലാക്കാവുന്ന ഇതാണ്. ഏറ്റവും വലിയ പരമപ്രധാനമായിട്ടുള്ള ക്വാളിറ്റി ഇതാണ്: ഞാൻ യേശുവിന്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങളും ആകുകയും. ഇതാണ് അദ്ദേഹത്തിന് നമ്മോട് പറയാനുള്ളത്. ദൈവത്തിൽ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് യേശുവിനെ പോലെ ജീവിക്കുവാനുള്ള ഒരു പരിശീലനം അദ്ദേഹത്തിന് ആദ്യമായിട്ട് ലഭിച്ചത് സ്വന്തം അമ്മയിൽ നിന്നായി. പിന്നീട്
അതിൽ വളരുവാൻ അദ്ദേഹത്തിന്റെ സൺഡേ സ്കൂൾ അധ്യാപകർ അദ്ദേഹത്തെ സഹായിച്ചു എന്ന് ആത്മകഥയിൽ പരാമർശിക്കുന്നു. ഒരു അധ്യാപകന്റെ പേര് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. മഹാത്മാഗാന്ധിയെ അദ്ദേഹം ഏറെ ആദരിച്ചു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരുന്നല്ലോ മഹാത്മാഗാന്ധിയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവും ഒക്കെ നടന്നത്. ഇന്ന് നമ്മോടെല്ലാം ഗ്രിഗോറിയസും എനിക്ക് പറയാനുള്ളത് ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ യേശുവിനെ പിന്തുടർന്ന് ജീവിച്ചതുപോലെ നിങ്ങളും പിന്തുടരുവിൻ. യേശു ഇവിടെ ജീവിക്കുമെങ്കിൽ എങ്ങനെ ജീവിക്കുമോ അതുപോലെ നിങ്ങൾ ജീവിക്കുവിൻ. യേശു എന്ത് പറയുമോ അതുപോലെ നിങ്ങൾ പറയുവിൻ. എനിക്ക് ഈ അവസരം തന്ന ഷിനുവച്ചന് നന്ദി. ഇത്രയും നേരം ക്ഷമയോടെ ഇത് കേൾക്കുവാൻ സന്മനസ്സായ താങ്കൾക്കും നന്ദി. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. Thank you so much, sir, for your valuable time, especially in sharing these insights about the life and legacy of Metropolitan Dr. Paulos Mar Gregorius. Thank you, sir. Thank you.